ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചന ആ CCTV ഫുട്ടേജുകൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുപോയ വിവരം ആ വീട്ടുടമസ്ഥ പോലീസിനോട് പങ്കുവെക്കുമ്പോൾ അത് കേട്ട ACP ചോദിച്ചു, അല്ല അത് ഏത് പെൺകുട്ടിയാ, അവരുടെ പേര് പറഞ്ഞില്ലേ? അത് കേട്ടതും ആ സ്ത്രീ പറഞ്ഞു, പേര് ആദ്യം വന്നപ്പോൾ അവർ പറഞ്ഞിരുന്നു, പിന്നെ ഞാനിപ്പോ അത് ഓർക്കുന്നില്ല മാഡം. പക്ഷെ ആ പെൺകുട്ടി പറഞ്ഞത് ആക്സിഡന്റ് സംഭവിച്ച ആളുടെ സഹോദരി എന്നാണ്. അത് കേട്ടതും ACP അല്പനേരത്തേക്ക് ആലോചിച്ചു. ശരി, ആക്സിഡന്റ് സംഭവിച്ച ആളുടെ സഹോദരി അല്ലേ, ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് തൽക്കാലം ആ ഫോട്ടേജുകൾ എന്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേക്കാനായി പറഞ്ഞ് ആ വീട്ടുകാരിയുടെ മകനോട് അത് സെൻഡ് ചെയ്യാൻ അറിയിച്ചിട്ട് ACP അർച്ചനയെ കണ്ടെത്തുന്ന ആലോചനയിൽ മുഴുകുന്നു. അപ്പോഴാണ് അർച്ചന ആ CCTV ഫുട്ടേജുമായി വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അത് തന്റെ മൊബൈലിൽ കാണുന്നത്. ആ വിഷ്വൽസ് കണ്ടതോടെ അർച്ചന ഞെട്ടി. അതേ സമയത്ത് തന്നെ ആ വിഷ്വൽസ് തന്റെ മൊബൈലിൽ കാണുന്ന ACPയും അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന ആ കൊലയാളിയായ ആളെ ഉടനെ തന്നെ കണ്ടെത്തണമെന്നും അയാളുടെ ഫോട്ടോ എടുത്ത് എല്ലാ ലോക്കൽ സ്റ്റേഷനുകളിലേക്കും അത് പാസ് ചെയ്യണമെന്ന് ACP കോൺസ്റ്റബിളിന് നിർദ്ദേശം നൽകി. അപ്പോഴാണ് അർച്ചന ആ വിഷ്വൽസ് എല്ലാം കണ്ട് ആകെ ആശങ്കപ്പെട്ടു നിൽക്കുമ്പോൾ സച്ചി അരികിലേക്ക് എത്തി. സച്ചിയോട് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഇത് മനഃപൂർവ്വം അനൂപേട്ടനെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെ അരികിലേക്ക് വന്ന് ഇടിപ്പിച്ചതാണ്, അത് തീർച്ചയാണ് സച്ചിയേട്ട എന്ന് പറയുമ്പോൾ അത് കേട്ട സച്ചി ആശങ്കയോടെ പറഞ്ഞു, ഓ, എന്തൊരു ക്രൂരയാണ് ഏട്ടത്തി, ഇത്രയും ക്രൂരമായ മനസ്സിനുടമയാണോ ഏട്ടത്തി? എന്തായാലും ഇതറിയാതെയാണല്ലോ ഇത്രയും നാളും അമ്മയുടെ സ്ഥാനത്ത് അവരെ കണ്ട് അവരെ സ്നേഹിച്ചു പോയത് എന്ന് സച്ചി അർച്ചനയോട് പറഞ്ഞു. എല്ലാ സത്യങ്ങളും ഞാൻ അച്ഛനോടും നന്ദേട്ടനോടും തുറന്നു പറഞ്ഞാൽ അവർ രണ്ടുപേരും തകർന്നു പോകും, പ്രത്യേകിച്ച് അച്ഛൻ. അച്ഛന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു കാര്യം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടതയെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിയുന്ന ആ നിമിഷം നമ്മുടെ അച്ഛൻ എന്നേക്കുമായി നമ്മളെ വിട്ടു പിരിഞ്ഞേക്കും. എന്തായാലും ഇനിയും ഇവരുടെ ഇത്തരം പ്രവർത്തികൾ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സത്യം ഞാൻ അച്ഛനോട് തുറന്നു പറയുക തന്നെ ചെയ്യും. അവർ നമ്മുടെ കുടുംബത്തോട് കാണിക്കുന്ന ഈ ക്രൂരത അറിയട്ടെ, പിന്നെ എന്തായാലും വരുന്നത് പോലെ വരട്ടെ എന്ന് സച്ചി അർച്ചനയോട് പറയുമ്പോൾ അർച്ചന കേട്ടിട്ട് പറഞ്ഞു, സച്ചിയേട്ടാ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനു മുൻപേ നമുക്ക് ഇതെല്ലാം വെളിപ്പെടുത്താമായിരുന്നല്ലോ. എല്ലാം ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തതുപോലെ നമുക്ക് എല്ലാം നല്ല രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കാം. അത് മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ സച്ചിയേട്ടാ. അങ്ങനെ സംഭവിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് അർച്ചന സച്ചിയോട് പറയുമ്പോൾ സച്ചി പറഞ്ഞു, എന്തായാലും ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് അവർക്കറിയില്ലെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ മുഖം എന്താണെന്നുള്ള കാര്യം നന്ദേട്ടനോടും അച്ഛനോടും വെളിപ്പെടുത്താതിരിക്കാൻ കഴിയില്ല എന്ന് അർച്ചനയോട് സച്ചി ആശങ്കയോടെ അറിയിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. പ്രഭാസ വിളിക്കുന്നതെന്ന് പറഞ്ഞ് സച്ചി വേഗം കോൾ അറ്റൻഡ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാനായി അയാളോട് അറിയിച്ചു. ആണോ എന്ന് ആശങ്കയോടെ സച്ചി ചോദിക്കുകയും ഓക്കേടാ, താങ്ക്സ് ഡാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചിട്ട് അർച്ചനയെ സച്ചി നോക്കിയിട്ട് പറഞ്ഞു, എടോ, തന്റെ സംശയം ശരിയായിരുന്നു. ആ വണ്ടിയുടെ നമ്പർ അത് ഫേക്ക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം വ്യക്തമായില്ലേ എന്ന് പറഞ്ഞപ്പോ അയാൾ ഫേക്ക് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് വെച്ചതിന്റെ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. മനഃപൂർവ്വം അയാൾ അനുപേട്ടനെ അപായപ്പെടുത്തിയതാണെന്നും അയാൾക്ക് മറ്റാരോ കൊട്ടേഷൻ കൊടുത്തതാണെന്നും നമുക്കറിയാൻ കഴിയും. ഇത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു അപകടമല്ല, തീർച്ച. ആ നമ്പർ പ്ലേറ്റ് ഫേക്ക് ആയതുകൊണ്ട് തന്നെ മനഃപൂർവ്വം അയാൾ കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞതും സച്ചിയും അർച്ചനയും അതിനെക്കുറിച്ച് ഓർത്ത് ഞെട്ടലോടെ നിന്നു. പിന്നീട് രാത്രി വളരെ വൈകി കഴിയുമ്പോൾ സേതുമാധവൻ തന്റെ സുഹൃത്തുക്കളെയൊക്കെ ഫോണിൽ വിവാഹത്തിന് ക്ഷണിക്കുന്നു. അവരോട് കുശലൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ സേതുമാധവന്റെ അരികിലേക്ക് സ്നേഹിയെത്തി. അച്ഛൻ എന്നെ വിളിപ്പിച്ചിരുന്നോ? എന്താ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ സേതുമാധവൻ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം മോളോട് പറയാനായിരുന്നു. ധനുഷിനോടും കൂടി പറഞ്ഞിട്ടുണ്ട് വരാൻ. ധനുഷ് കൂടി വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞതും ധനുഷും അവിടേക്ക് എത്തി. എന്താ സാർ, എന്താ വിളിപ്പിച്ചത് എന്ന് ചോദിച്ച് ധനുഷ് അരികിലേക്ക് എത്തിയതും സേതുമാധവൻ പറഞ്ഞു, അതെ, വേറൊന്നുമല്ല, ധനുഷിനോട് ഒരു പ്രത്യേകിച്ച് കാര്യം പറയാനുണ്ടായിരുന്നു. അതിനാ ഞാൻ വിളിപ്പിച്ചത് നിങ്ങൾ രണ്ടുപേരോടും. നാളെ തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് പോകണം, അത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ധനുഷും സ്നേഹയും പരസ്പരം നോക്കുമ്പോൾ അവരെ വിളിപ്പിച്ച് സേതുമാധവൻ എന്തോ പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അവന്തിക സ്റ്റെയർ ഇറങ്ങി താഴത്തെ സംസാരം കേൾക്കാനായി കാതോർത്തു. അപ്പോഴാണ് സേതുമാധവൻ ഇരുവരോടുമായി പറഞ്ഞത്, ഇവളുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നും പോകാറുണ്ടായിരുന്ന ഇവളുടെ അമ്മയുടെ വീടിനടുത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്, കുടുംബക്ഷേത്രം, ആയിരവല്ലി തമ്പുരാന്റെ. അത് വളരെ ഇവളുടെ അമ്മയ്ക്ക് വിശ്വാസമേറെ ഉണ്ടായിരുന്ന
ഒരു ക്ഷേത്രമാണ്. അവിടെ എന്ത് കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാലും അത് നടത്തി കൊടുക്കുമെന്നായിരുന്നു ഇവളുടെ അമ്മയുടെ വിശ്വാസം. ഞാൻ ഇവളുടെ അമ്മയോടൊപ്പം അവിടെ പലപ്പോഴും പോയിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോ കുറെ നാളുകളായിട്ട് ആ ക്ഷേത്രത്തിൽ പൂജയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ അടഞ്ഞു കിടക്കുകയായിരുന്നു. കുറച്ചുനാള് മുൻപാണ് ചില പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെ വീണ്ടും പൂജയും ഒക്കെ ആരംഭിച്ചത്. നട തുറക്കാനും പൂജയ്ക്കും ആരംഭിച്ചത് അല്പനാളുകൾക്ക് മുൻപാണ്. അതിൻ്റെതായ ഫലം ഈ കുടുംബത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ആ ക്ഷേത്രത്തിൽ പോയി തൊഴണം. ഇവരുടെ അമ്മ അങ്ങ് മുകളിലിരുന്ന് ആ കാഴ്ച കണ്ട് നിങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കും എന്ന് സേതുമാധവൻ പറയുമ്പോൾ അത് കേട്ട സ്നേഹയും ധനുഷും പരസ്പരം നോക്കി. അവരുടെ ആ നോട്ടത്തിൽ നിന്ന് നാളെ തന്നെ പോകാമെന്നുള്ള രീതിയിൽ രണ്ടുപേരും സന്തോഷത്തോടെ നോക്കി അങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അവന്തിക ആ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തിലായി. നാളെ അവർക്ക് അങ്ങനെ ഒരു യാത്രയുണ്ടെന്ന് അറിഞ്ഞതോടെ അവന്തികയുടെ മനസ്സിൽ ആകെ കുശുമ്പ് വരുന്നു. അപ്പോഴാണ് ധനുഷ് സേതുമാധവനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നാളെ സാറിനോട് ഞങ്ങൾക്കൊപ്പം വരാമല്ലോ, കുറെ നാളുകളായി അവിടെ പോയിട്ടെന്നല്ലേ സാറ് പറഞ്ഞത്, അതുകൊണ്ട് ഇപ്പോ ഞങ്ങളോടൊപ്പം വരികയാണെങ്കിൽ അത് അങ്ങേക്കും ഒരു നല്ല കാര്യം തന്നെ ആവില്ലേ എന്ന് ചോദിച്ചപ്പോ സേതുമാധവൻ പറഞ്ഞു, ഞാനില്ല, കുറെ നാളുകളായി അവിടെ പോയിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് പഴയ ഓർമ്മകൾ, ആ ക്ഷേത്രത്തിൽ പോയ പഴയ നല്ല ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. ഇനി ഞാൻ അവിടെ ചെന്നാൽ ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാത്ത, എനിക്ക് ഉൾക്കൊള്ളാനാകാത്ത പലതും സംഭവിച്ചേക്കും അവിടെ വെച്ച്. അതുകൊണ്ട് തന്നെ അത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് മനസ്സിൽ ഓർക്കുന്ന നല്ല ഓർമ്മകൾ ഉള്ളതല്ലേ. എന്തായാലും അനുഭവത്തെക്കാളും ഏറ്റവും നല്ലത് നല്ല ഓർമ്മകൾ തന്നെയാണ് എന്ന് സേതുമാധവൻ സ്നേഹയോടും ധനുഷിനോടും അറിയിച്ചു. എന്നാൽ നാളെ തന്നെ ഞങ്ങൾ പൊയ്ക്കോളാം അച്ഛന് സേതുമാധവന് സ്നേഹയും ധനുഷും വാക്കു നൽകുന്നു. അങ്ങനെ അവർ സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇതെല്ലാം കേട്ടുനിന്ന അവന്തികയുടെ മനസ്സിലാകെ ആശങ്കയായി. അവന്തിക തിരിച്ച് റൂമിലേക്ക് പോകുന്നതിനിടയിൽ അവിടെ നിന്ന് പലതും ആലോചിച്ച് മുകളിലത്തെ ആ ഹാളിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയുടെ ടെൻഷനും മറ്റും കണ്ട് ഇതെല്ലാം കേട്ട് നിന്ന് അനഘ അരികിലേക്ക് എത്തി. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ചേച്ചി ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം, താഴെയുള്ള അവരുടെ സംസാരം കേൾക്കാനല്ലേ. നാളെ അവർ രണ്ടുപേരും കൂടി കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇനി ആരൊക്കെ എത്രയൊക്കെ നിർബന്ധം പറഞ്ഞാലും ശരി, നാളെ ധനുഷും സ്നേഹയും ആ കുടുംബക്ഷേത്രത്തിലേക്ക് പോകാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ ചേച്ചി അവരെ അവിടേക്ക് പോകാൻ സമ്മതിക്കില്ല, അതിനനുവദിക്കില്ല. അതാണ് സത്യം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നാ അനഘ ചോദിച്ചത് കേട്ട് അവന്തിക ദേഷ്യത്തോടെ നോക്കി. അനഘ പറഞ്ഞു, എനിക്കറിയാം ചേച്ചി, ചേച്ചിയുടെ മനസ്സിലെ ടെൻഷൻ എന്താണെന്ന്. ചേച്ചി അത്രത്തോളം സ്നേഹിച്ച ചേച്ചിയുടെ കാമുകൻ ഇപ്പോ ചേച്ചിയെ കളഞ്ഞിട്ട് ചേച്ചിയുടെ നാത്തൂനെ വിവാഹം കഴിക്കാൻ പോകുന്നു. ഇത് കണ്ട് ചേച്ചിക്ക് സഹിക്കാൻ പറ്റുമോ? എനിക്കറിയാം ചേച്ചിയുടെ ഈ നോട്ടത്തിന്റെയും ഈ ടെൻഷന്റെയും കാരണം ചേച്ചിയുടെ മനസ്സിലുള്ള എപ്പോഴും ഉള്ള ചേച്ചി കാണിക്കുന്ന, എപ്പോഴും ചേച്ചി മറ്റുള്ളവരുടെ മുന്നിൽ പലപ്പോഴും ചേച്ചി പ്രകടിപ്പിക്കാറുമുണ്ട്, ഇത് ചേച്ചി പോലും അറിയാതെ. അത് ചേച്ചിയുടെ ഈ ഒരു താല്പര്യം, സ്വാർത്ഥത, അത് എന്നും ഈ പൊസസീവ്നെസ് അത് കൂടുതലുള്ള ആള് തന്നെയാണ് ചേച്ചി. ചേച്ചി ആ പൊസസീവ്നെസ് ആണ് ഇവിടെ പലപ്പോഴും പല സമയത്തും ചേച്ചി അറിയാതെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളത്തെ അവരുടെ യാത്ര ഒരു കാരണവശാലും ചേച്ചി സമ്മതിച്ചു കൊടുക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാനൊരു കാര്യം ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചിക്ക് വിഷമം തോന്നുമെങ്കിലും ഇനിയെങ്കിലും ചേച്ചി ഒന്ന് തിരുത്താൻ തയ്യാറാകണം എന്ന് അരികിലെത്തി അനഘ സ്നേഹത്തോടെ പറയുമ്പോൾ അവന്തിക ദേഷ്യത്തോടെ അനഘയെ നോക്കി. അപ്പോഴേക്കും അനഘ പറഞ്ഞു, ചേച്ചി വേറൊന്നും കൊണ്ടല്ല, ചേച്ചിയെ അവൻ ചതിക്കും, എനിക്ക് തീർച്ചയാണ്. ഞാനിത് പലപ്പോഴും ചേച്ചിയോട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ഞാനത് ആവർത്തിച്ച് പറയുന്നു, ചേച്ചിയെ അവൻ ചതിക്കും, അത് തീർച്ച. ചേച്ചി അന്ന് ചേച്ചിക്ക് ആ കുഞ്ഞിനെ നഷ്ടമായില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എന്താ സംഭവിക്കുക? ചേച്ചി അവന്റെ കുഞ്ഞിനെ ഒക്കത്തും വെച്ച് നടക്കുമ്പോ അവൻ ചേച്ചിയുടെ നാത്തൂനായ സ്നേഹയെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ചേച്ചിയുടെ മുന്നിലൂടെ നടക്കും. എന്തൊരു ദുർവിധിയായിരുന്നിരിക്കും അന്ന് ചേച്ചിക്ക് ഉണ്ടാവാൻ പോകുന്നിരുന്നത്. അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവൻ ചേച്ചിയെ ചതിക്കും. ഇങ്ങനെ ഒരു ചതിയനെ വേറെ ചേച്ചി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്ന് പറയുമ്പോ അവന്തികയോട് ഇങ്ങനെ ഒരു ഉപദേശം നൽകുന്ന അനഘയെ നോക്കി അവന്തിക പറഞ്ഞു, എനിക്ക് ആരെന്നെ ചതിച്ചാലും എന്റെ കൂടെ നിന്നാലും ശരി, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ ഞാൻ എത്തുക തന്നെ ചെയ്യും. ആ ലക്ഷ്യം ഒരിക്കലും ഞാൻ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് അവന്തിക അറിയിച്ചത് കേട്ട് അനഘ പറഞ്ഞു, അത് ശരി, അപ്പൊ അങ്ങനെയാണല്ലേ എന്ന് ചോദിച്ചപ്പോഴും അനഘയോട് അവന്തിക പറഞ്ഞു, എന്റെ മാത്രം ലക്ഷ്യമല്ല, അത് നിന്റെയും ലക്ഷ്യമാണ് എന്ന് പറഞ്ഞപ്പോ അനഘ പറഞ്ഞു, അല്ല എന്റെ ലക്ഷ്യം അതല്ല ചേച്ചി. എന്നാ ഇപ്പൊ ഞാൻ പറയാം, ചേച്ചി ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇല്ലാതാക്കണമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ അച്ഛനെ ചതിയിലൂടെ ഇവരെല്ലാവരും ചേർന്ന് അപായപ്പെടുത്തി എന്ന ഒറ്റ കാരണത്താൽ. എന്നാൽ എനിക്കിപ്പോൾ വിശ്വാസമുണ്ട് ചേച്ചി, ഒരിക്കലും നന്ദേട്ടനും
സേതു അങ്കിളിനൊന്നും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവർക്ക് നമ്മളെ ഇതുപോലെ ഇവിടെ നിർത്താനോ ഇങ്ങനെ സ്നേഹിക്കാനോ കഴിയുമായിരുന്നില്ല ചേച്ചി. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യവുമായി ചേച്ചി നടക്കുന്നത് ചേച്ചിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റാണെന്നേ ഞാൻ പറയൂ. ഇനിയെങ്കിലും എല്ലാ തെറ്റുകളും തിരുത്തി നന്ദേട്ടന്റെ കൂടെ സ്നേഹത്തോടെ ജീവിക്കാൻ നോക്ക്. അതാണ് ചേച്ചി നല്ലത് എന്ന് അനഘ ഉപദേശിക്കുമ്പോ അവന്തിക പറഞ്ഞു, വേണ്ട, നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ആരെന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഞാൻ ആ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് വീണ്ടും ആവർത്തിച്ചുള്ള അവന്തികയുടെ വാക്കുകൾ കേട്ട് അനഘ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഇങ്ങനെയുള്ളൊരു ഈ കുടുംബത്തെ തകർക്കുമെന്നുള്ള ലക്ഷ്യവുമായി ചേച്ചി നിൽക്കുമ്പോ ഈ കുടുംബത്തെ തകർക്കാനായി ആരും ചേച്ചിയുടെ അരികിലേക്ക് വന്ന് താൻ സഹായിക്കാമെന്നും കൂടെ നിൽക്കാമെന്നും പറഞ്ഞാൽ അവർക്ക് സ്വന്തം ശരീരം പോലും കൊടുക്കാൻ മടി കാണിക്കാത്തവളായി മാറി എന്റെ ചേച്ചി എന്ന് പറഞ്ഞപ്പോ അവന്തിക കലിയോടെ എന്തു പറഞ്ഞടി എന്ന് ചോദിച്ച് അനഘയുടെ നേരെ കൈ ഉയർത്തി. അനഘ അത് കണ്ട് ദേഷ്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ എന്നെ തല്ലാത്തത്? എനിക്കറിയാം എന്നെ തല്ലില്ല എന്ന്. എനിക്ക് ഉറപ്പുണ്ട് ചേച്ചിക്ക് തല്ലാൻ കഴിയില്ല. ഞാൻ പറഞ്ഞതാണ് സത്യം അല്ലെ? ഇങ്ങനെ ഒരു കാര്യമായതുകൊണ്ടാണല്ലോ ചേച്ചി ചേച്ചിയുടെ ശരീരവും മനസ്സുമെല്ലാം അവന് നൽകിയത്. അവനെ പോലെ ഒരു ശരീരം നൽകിയിട്ട് ചേച്ചിക്ക് ഇപ്പൊ എന്ത് കിട്ടി? അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ചേച്ചിക്ക് തിരുത്താനുള്ള സമയമുണ്ട് എന്ന് പറയുമ്പോ അവന്തിക ഒന്നും മിണ്ടാതെ നിന്നത് കണ്ട് അനഘ പറഞ്ഞു, ചേച്ചി ഇനിയും ചേച്ചി അത് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ചേച്ചിക്ക് വരാൻ പോകുന്നത് വലിയ തിരിച്ചടികളായിരിക്കും. ചേച്ചിയുടെ ജീവിതത്തിൽ ചേച്ചി പോലും അറിയാതെ സംഭവിക്കാൻ പോകുന്നത് അത്തരം തിരിച്ചടികളാണ് എന്ന് അനഘ അവന്തികയോട് അറിയിക്കുമ്പോൾ അവന്തിക അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോഴേക്കും അവന്തികയോടെയുള്ള അനഘയുടെ ഉപദേശങ്ങൾ കേട്ടിട്ടും അവന്തിക തന്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ലെന്ന് ഉറപ്പായതോടെ അനഘ പറഞ്ഞു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. ചേച്ചിയുടെ ഇത്തരത്തിലുള്ള യാത്ര ഇത് ഈ രീതിയിൽ മുന്നോട്ട് ചേച്ചി പോവുകയാണെങ്കിൽ ഇനി ഒരിക്കലും ചേച്ചി ആർക്കും തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും നാളത്തെ ഇനി ഈ സംഭവിക്കാൻ പോകുന്ന നാളത്തെ അവരുടെ യാത്ര പോലും ചേച്ചിക്ക് ഉൾക്കൊള്ളാനാകാത്തതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതൊരിക്കലും സംഭവിക്കാനും പോകുന്നില്ല. ഇനിയെങ്കിലും ചേച്ചി മാറ്റി ചിന്തിച്ചാൽ ചേച്ചിക്ക് നല്ലത്. മറ്റൊരു നാൾ ചേച്ചി ഇതെല്ലാം ചെയ്തു കൂട്ടിയ വിവരം ഈ കുടുംബത്തുള്ളവരെല്ലാവരും അറിയുമ്പോ അവർ പോലും പറയാൻ പോകുന്നതും ഇത് തന്നെയായിരിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾ തന്നെ പകയ്ക്കും വിദ്വേഷത്തിനും വേണ്ടി അങ്ങനെ ആരെങ്കിലും തന്റെ ഒപ്പം കൂട്ടുനിൽക്കാമെന്ന് സമ്മതിച്ചാൽ അവർക്ക് ചേച്ചി എന്ത് നൽകാൻ തയ്യാറാകും, സ്വന്തം ശരീരം പോലും നൽകാൻ തയ്യാറാകുമെന്ന് ഞാൻ പറഞ്ഞതല്ല. നാളെ ഒരു സുപ്രഭാതത്തിൽ ഈ സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുമ്പോൾ അവരും പറയുന്നത് ഇത് തന്നെയായിരിക്കും എന്ന് അവന്തികയോട് പറഞ്ഞ് അനഘ അവിടെ നിന്ന് മടങ്ങി. അനഘയുടെ വാക്കുകൾ കേട്ട് അവന്തിക ആകെ വിഷമത്തോടെ നിന്നു. പിന്നീട് കാണുന്നത് ഹോസ്പിറ്റലിൽ എത്തിയ അർച്ചന സന്ദീപിനോട് സ്നേഹയുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. സ്നേഹയുടെ വിവാഹത്തിന് പങ്കെടുക്കില്ല എന്നുള്ള സന്ദീപിനോടുള്ള ചോദ്യം കേട്ട് സന്ദീപ് പറഞ്ഞു, ഞാൻ തൽക്കാലം ഈ വിവാഹത്തിനൊന്നും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടത് എന്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു, ഈ 7-ാം തീയതി തന്നെയാണല്ലോ ആതിരയുടെ ഡെലിവറിയും അന്നത്തെ ഓപ്പറേഷനും. അപ്പൊ പിന്നെ അതേ ദിവസം തന്നെയല്ലേ സ്നേഹയുടെ വിവാഹം. അപ്പോ സന്ദീപ് അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അവിടെയുള്ളവരെല്ലാവരും സന്ദീപിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും അത് അവരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യവുമാണ്. അപ്പോ സന്ദീപ് ചെല്ലാതിരുന്നാൽ അത് അവരെ വളരെ വേദനിപ്പിക്കില്ലേ എന്ന ചോദ്യം കേട്ട് സന്ദീപ് പറഞ്ഞു, അങ്ങനെ ഒരു വേദനയൊന്നും അവർക്കുണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല ഞാനൊട്ടും ആഗ്രഹിക്കുന്നില്ല ആ വിവാഹത്തിൽ പങ്കുചേരാൻ. ഈ വിവാഹം നടന്നില്ല എങ്കിൽ, നടത്തി കൊടുത്തില്ലെങ്കിൽ അവന്റെ ഒപ്പം ഒളിച്ചോടി പോകുന്നു, ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞവളാണ് എന്റെ അനുജത്തി. അങ്ങനെയുള്ള അവളുടെ ആ ധിക്കാരപൂർവ്വമുള്ള അവളുടെ വാക്കുകൾ കേട്ട് ഇനിയും ഞാൻ അവളുടെ വിവാഹത്തിന് കൂട്ടുനിൽക്കണമെന്നാണോ പറയുന്നത്? എനിക്കിഷ്ടമല്ലാത്ത ഈ വിവാഹത്തിൽ പങ്കെടുക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിലും ഏടത്തിയും അങ്ങനെ തന്നെയല്ലേ? ഏടത്തി മനസ്സിലാ മനസ്സോടെയാണല്ലോ ഈ വിവാഹത്തിൽ പങ്കെടുക്കുന്നത് എന്ന് അർച്ചനയോട് ചോദിക്കുമ്പോ ഒന്നും മിണ്ടാതെ അർച്ചന പറഞ്ഞു, സന്ദീപേ, എന്തായാലും നിന്റെ കുഞ്ഞനുജത്തിയല്ലേ, അവളും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ ആ വിവാഹത്തിൽ നീയും കൂടി പങ്കുചേരണമെന്ന്. നിനക്ക് ചെയ്യാനുള്ളത് നിന്റെ ആ വിവാഹത്തിലുള്ള നിന്റെ സ്ഥാനം അത് മറ്റാർക്കും നികത്താൻ കഴിയുന്നതല്ലോ എന്ന് ചോദിച്ചത് സന്ദീപ് പറഞ്ഞു, എടത്തി, അങ്ങനെ ഒരു കരുതലും സ്നേഹമൊന്നും അവൾക്ക് എന്നോടില്ല. സത്യത്തിൽ ആ വീട്ടിലിപ്പോ ഞാൻ പോകാതിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്റെ വീട്ടിലേക്ക് പോകാതെ ഞാൻ ഇപ്പോ വൃന്ദാവനത്തിൽ തന്നെ നിൽക്കുന്നത്. ആതിരയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആതിരയുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിൽക്കാൻ വേണ്ടിയാണ്. ആതിരയോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന്
സന്ദീപ് പറയുമ്പോ ആതിര പറഞ്ഞു, സന്ദീപെ അങ്ങനെയല്ല സ്നേഹ, നീ അവളുടെ വിവാഹത്തിന് ഉണ്ടാകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവും. ഈ വിവാഹത്തിൽ നീ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ദേഷ്യവും പരിഭവവും ആജീവനാന്തം അവർക്കൊപ്പം ഉണ്ടാകും. അവർക്ക് നമ്മളോട് അതിന്റെ വിദ്വേഷവും തോന്നും എന്ന് ആതിര പറയുമ്പോ സന്ദീപ് ചോദിച്ചു, ആതിരെ അപ്പൊ നിനക്ക് ആഗ്രഹമില്ലേ നിന്റെ ഓപ്പറേഷൻ സമയത്ത് ഞാനിവിടെ ഉണ്ടാകണമെന്ന്, ഞാനിവിടെ വേണമെന്ന് നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. എന്നിട്ടും നീ അത് മറച്ചു വെച്ച് എന്നെ പറഞ്ഞയക്കാൻ നോക്കുന്നതാണ്. പക്ഷെ എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞാൻ ഈ വിവാഹത്തിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സന്ദീപിന്റെ വാക്കുകൾ അത് കേട്ട് വിഷമിച്ചങ്ങനെ അർച്ചന നിൽക്കുമ്പോ അവിടേക്ക് ദയാനന്ദ മാഷും കമലെടുത്തിയും എത്തി. അച്ചു എത്തിയിരുന്നോ? ഞങ്ങള് വീട് വരെ ഒന്ന് പോയതാ എന്ന് പറഞ്ഞ് കമലെടുത്തി വന്ന് വിശേഷം ചോദിക്കുകയും അവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി എന്ന് ചോദിച്ചു. അപ്പോഴാണ് അർച്ചന പറഞ്ഞത്, ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നമ്മേ. സന്ദീപ് വിവാഹത്തിന് വരുന്നില്ല എന്നാണ് എന്നോട് പറയുന്നതെന്ന് പറഞ്ഞപ്പോ കമലെടുത്തിയും ദയാനന്ദ മാഷും ചോദിച്ചു, അതെന്താ മോനെ മോൻ പോകാതിരിക്കുന്നത്? മോൻ തീർച്ചയായിട്ടും പോകണ്ടേ ഈ വിവാഹത്തില്? കാരണം സ്നേഹയുടെ ഏട്ടനല്ലേ, അപ്പോ സ്നേഹ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ സന്ദീപിന്റെ സാന്നിധ്യം? അതുകൊണ്ട് സന്ദീപ് തീർച്ചയായിട്ടും പോണം മോനെ. അന്ന് ഇവിടെ ഓപ്പറേഷൻ ആണെങ്കിലും ഞാനും കമലയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഞങ്ങൾ മതി, മോൻ പൊക്കോ, അതിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു, അച്ഛാ എന്തായാലും ആര് നിർബന്ധിച്ചാലും ശരി ഞാൻ പോവില്ല, എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. അർച്ചനയെടുത്തി ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ല എന്നറിഞ്ഞ് ആ വീട്ടിലുള്ളവർക്കെല്ലാം വല്ലാത്ത വിഷമമാണെന്ന് അർച്ചനയെടുത്തി പറഞ്ഞല്ലോ. പക്ഷേ അർച്ചനയെടുത്തി പറഞ്ഞതുപോലുള്ള ഒരു വിഷമവും അവിടെ ആർക്കും തന്നെ ഇല്ലെന്ന് എനിക്കറിയാം. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും എന്നെ വിളിക്കുമായിരുന്നല്ലോ. ഇത്രയും നേരമായിട്ടും അവിടുന്ന് ഒരു ഫോൺ കോൾ പോലും എന്നെ തേടി എത്തിയിട്ടില്ല. അപ്പോ അവരെല്ലാവരും പൂർണ്ണമായി എന്നെ മറന്നു കഴിഞ്ഞു. ഞാൻ അവിടെ ഇല്ലാത്തതൊന്നും അത്ര വലിയ പ്രശ്നമൊന്നും അല്ല അവർക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല. അതിനി ആരെത്ര നിർബന്ധിച്ചാലും ശരി, എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. നമ്മളൊക്കെ വിഷമിക്കുന്നത് ഒറ്റ ഒരു കാരണത്താലാണ് ഏട്ടത്തി. അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാൻ പോകുന്നുവെന്ന് നമുക്ക് തോന്നുമ്പോ ആ ഒരു സങ്കടം, അവരുടെ വേദനയെ അല്ലെങ്കിൽ അവർ അനുഭവിക്കാൻ പോകുന്ന ആ വേദന എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് നമ്മൾ തലപുകഞ്ഞ് ആലോചിച്ച് അവരെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് നമ്മൾ ആശങ്കപ്പെടുന്നതും സങ്കടപ്പെടുന്നതും. എന്നാൽ അവർക്ക് അവരുടെ ജീവിതമെന്നും അവർക്ക് എന്ത് സംഭവിച്ചാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചാൽ പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവുമായിരുന്നില്ല ഏട്ടത്തി. അങ്ങനെ ഒരു ചിന്താഗതിയോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും സമാധാനം ഉണ്ടാകും. എന്തായാലും ഇനി ആരും ഒന്നും പറയണ്ട, ഞാൻ ഈ വിവാഹത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് സന്ദീപ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ അങ്ങനെ ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയാ അതിന്റെ അർത്ഥം എന്റെ ഭാര്യയെയും എന്റെ കുഞ്ഞിനേക്കാളും ഏറെ ഞാൻ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നാവും. എന്തായാലും അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കുഞ്ഞു തന്നെയാണ് എനിക്ക് മറ്റെന്തിനേക്കാളും വലുത് എന്ന് പറഞ്ഞ് സന്ദീപ് റൂമിൽ നിന്ന് പോകുമ്പോ സന്ദീപിന്റെ വാക്കുകൾ കേട്ടുനിന്ന അർച്ചന പറഞ്ഞു, അങ്ങനെയൊക്കെ സന്ദീപ് പറഞ്ഞാലും അവന് വിഷമം കാണും. അപ്പോഴേക്കും ആതിരയും പറഞ്ഞു, അതേ ചേച്ചി, അച്ചു ചേച്ചി പറഞ്ഞത് ശരി തന്നെയാണ്. അവന്റെ മനസ്സിലാകെ വല്ലാത്ത സങ്കടമുണ്ട്. അവൻ പുറമേ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഇത്രയൊക്കെ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും സ്നേഹയുടെ വിവാഹം അവൻ ഒത്തിരി ആഗ്രഹിച്ചു തന്നെയാണ് അതിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ച്. പക്ഷെ ഇപ്പോ ഇങ്ങനെയൊക്കെ ദേഷ്യം കാണിക്കുന്നത് അവന്റെ മനസ്സിലെ സങ്കടം കൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോ ദയാനന്ദ മാഷും കമലെടുത്തിയും കൂടി അർച്ചനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കോൾ എടുത്ത് നോക്കിയതും സച്ചിയാണെന്ന് കണ്ടതോടെ സന്തോഷത്തോടെ അർച്ചന കോൾ അറ്റൻഡ് ചെയ്തു. സച്ചിയേട്ടാ എന്ന് വിളിച്ചതും സച്ചി ചോദിച്ചു, അർച്ചന താനിപ്പോ ഹോസ്പിറ്റലാണോ? അടുത്ത് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് സച്ചിയേട്ടാ എന്ന് അർച്ചന മറുപടി നൽകി. താൻ അവരുടെ അടുത്തുനിന്ന് അല്പം ഒന്ന് മാറി നിന്നേ എന്ന് പറഞ്ഞതും ശരി എന്ന് പറഞ്ഞ് എല്ലാവരോടും ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് അർച്ചന ഫോണുമായി വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്തായിരിക്കും എന്ന് അപ്പോഴേക്കും ദയാനന്ദ മാഷിനും കമലെടുത്തിക്കും ആശങ്കയുമായി. പുറത്തേക്ക് മാറിയ അർച്ചന സച്ചിയോട് ചോദിച്ചു, എന്താ സച്ചിയേട്ടാ, എന്താ കാര്യം? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, എടോ മറ്റൊരു കാര്യം കൂടി അറിയാനിടയായി. അനൂപേട്ടനുണ്ടായ ആക്സിഡന്റിന് പിന്നിലുണ്ടായിരുന്ന അയാളെ കണ്ടെത്താൻ കഴിഞ്ഞു. അവന്റെ പേര് മിന്നൽ ബിജു എന്നാണ്. അവനൊരു കൊട്ടേഷൻ ഗുണ്ടയാണ്. അവനിപ്പോ വേറൊരു കേസിൽ ജയിലിലായിരുന്നു. കുറച്ചു ദിവസമായുള്ളൂ അവൻ പുറത്തിറങ്ങിയിട്ട്. അവനൊരു കൊലയാളി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവനെ ആരോ പണം കൊടുത്ത് ഈ ഒരു കൊട്ടേഷൻ ഏൽപ്പിച്ചതാണ്. അനൂപേട്ടനെതിരെയുള്ള ഇങ്ങനെ ഒരു നീക്കം നടന്നത് ഒരു കൊട്ടേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അത് കൊടുത്തതിനെ ഏട്ടത്തിയോ ധനുഷോ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും. അവന്തി ഏട്ടത്തിയോ ധനുഷോ അവരിൽ ആരെങ്കിലും കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കാം അവനിപ്പോ നടപ്പിലാക്കിയത്. ഇത് ഞാൻ മറ്റൊരു ആള് മുഖേന അറിഞ്ഞ കാര്യമാണ്, മറ്റൊരു വഴിക്ക് അറിഞ്ഞതാണ് എന്ന് സച്ചി പറഞ്ഞതും അർച്ചന പറഞ്ഞു, ശരിയാ സച്ചിയേട്ടാ, അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ അവരുടെ ആരെങ്കിലും ഉറപ്പാണ്. അവരുടെ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്, അത് തീർച്ച എന്ന് അർച്ചനയും ശരിവെക്കുന്നു.